മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പനാമയിൽ രജിസ്റ്റർ ചെയ്ത ആംബർ എന്ന കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത്. തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കപ്പലിടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. കൊച്ചി തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. സാങ്കേതിക പ്രശ്നങ്ങളാൽ കപ്പൽ കരയ്ക്ക് അടുപ്പിക്കാനാവില്ലെന്ന് പോർട്ട് അധികൃതർ. അന്താരാഷ്ട്ര കപ്പൽ സഞ്ചാരപാതയുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ 2 മൃതദേഹങ്ങൾ കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കുളച്ചിൽ സ്വദേശി തമ്പിദുരൈ, ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ള രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. 14 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 11 പേർ രക്ഷപ്പെട്ടു. ശേഷിച്ച ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും മൃതദേഹത്തിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പാണ് 2ാമത്തെ മൃതദേഹം ലഭിച്ചത്. ഇത് കരയ്ക്കെത്തിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിയിരിക്കുകയാണ്. നേവിയും കോസ്റ്റ് ഗാർഡും അടക്കമുള്ള സംവിധാനങ്ങൾ സംയുക്തമായി ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഉമേഷ്, ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ കപ്പൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ കരയ്ക്കടുപ്പിക്കാനാവില്ലെന്ന് പോർട്ട് അധികൃതർ പറഞ്ഞിരിക്കുന്നു. ഈ അന്താരാഷ്ട്ര കപ്പൽ സഞ്ചാര പാതയും അതുമായി ബന്ധപ്പെട്ട പരിധികളും ഒക്കെയാണോ ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? മനു, ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതാണ് കാരണം. ഈ കപ്പൽ ഈ തീരത്തേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അറിയാമായിരിക്കുന്നത്. ഈ പോർട്ട് അധികൃതർ പറയുന്നത് ഉടനടി ഈ കപ്പൽ ഇങ്ങോട്ടേക്ക് തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള ബർത്തുകളെല്ലാം കപ്പലുകൾക്ക് നിർത്തേണ്ട ബർത്തുകളെല്ലാം പലരും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബർത്തുകളായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ വലിപ്പം ഒരു പ്രധാന ഘടകമാണ്. കാരണം ഇത്രയും വലിയൊരു കപ്പൽ ഇവിടെ നങ്കൂരമിടണമെങ്കിൽ അത്രയും വലിയ സ്ഥല സൗകര്യവും മറ്റ് സാങ്കേതിക സൗകര്യങ്ങളും എല്ലാം തന്നെ വേണ്ടതുണ്ട്. 13 മീറ്ററിൽ കൂടുതൽ ആഴം ആവശ്യമാണ്. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇതുകൂടാതെ 2-3 വകുപ്പുകളുടെ അനുമതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അതിൻ്റെ എല്ലാം ക്ലിയറൻസ് കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഈ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ എത്രയും ഉടനടി ഈ തീരത്തേക്ക് അടുപ്പിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ അന്വേഷണത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഈ കപ്പൽ ഇപ്പോൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇത് 6 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത്. DCP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കപ്പലിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ അപകടത്തിൽ മരിച്ച 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞിരുന്നു. ഇതുകൂടാതെ കാണാതായ 3ാമത്തെ ആൾക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഉടനടി തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തേണ്ടി വരും. കാരണം കപ്പൽ ഉടനടി ഇവിടേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് എന്നുള്ളതാണ് പോർട്ട് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉൾക്കടലിൽ തന്നെയാണ് ഈ നങ്കൂരമിട്ടിരിക്കുന്നത്. മനു, ഉമേഷ്, നേരത്തെ ഈ കപ്പൽ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ കപ്പൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ നിർത്തണമെങ്കിൽ ജഡ്ജിയുടെ പ്രത്യേക അനുമതി വേണം തുടങ്ങിയതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാരും പോർട്ട് ട്രസ്റ്റും ഒക്കെ ആരംഭിച്ചു എന്ന് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി ഈ കപ്പൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെങ്കിൽ അത് ഇപ്പോൾ 6 നോട്ടിക്കൽ മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്, കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെ തന്നെ നങ്കൂരമിട്ട് നിർത്താനുള്ള ഒരു നടപടികളാണോ ഇപ്പോൾ നടന്നു വരുന്നത് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ? തീർച്ചയായും ഇപ്പോൾ നിലവിൽ അവിടെ നങ്കൂരം ഇട്ടിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. അവിടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കപ്പൽ നങ്കൂരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീരത്തേക്ക് അടുപ്പിക്കണമെങ്കിലാണ് ഈ സാങ്കേതികത്വം എല്ലാം പ്രശ്നമായി വരുന്നത്. അതിൽ ഈ പറഞ്ഞ 3 വകുപ്പുകളുടെ അനുമതി ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള സ്ഥല സൗകര്യവും വേണ്ടതാണ്. അതെല്ലാം ഒരുക്കിയതിന് ശേഷം മാത്രമേ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കുന്നതിന് കാലതാമസം വരും എന്നാണ് അറിഞ്ഞത്. അതേസമയം കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ ADGP അടക്കമുള്ളവർ പറഞ്ഞു. ക്യാപ്റ്റനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സാങ്കേതികത്വം പരിഹരിച്ച് ഉടൻ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു, ഒപ്പം ഉമേഷ്, നേരത്തെ 2 മൃതദേഹങ്ങൾ കരയ്ക്ക് എത്തിച്ചിരുന്നു. അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ 3ാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും 3ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡും നേവിയും പോലീസും നാട്ടുകാരും അടക്കം എല്ലാവരും സംയുക്തമായി തന്നെയാണ് ഈ പരിശോധന തുടരുന്നത്.
രാവിലെ മുതൽ തന്നെ പരിശോധന തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മറ്റു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായത്. ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. മനു, ഒപ്പം ഈ പരിക്കേറ്റവരുടെ സ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഉമേഷ്? അവർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ടോ, അതോ എല്ലാവരും നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ട ആ രീതിയിലാണോ ഉള്ളത്? ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും തന്നെ ഫോർട്ട് കൊച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. 11 പേരെയാണ് ഇത്തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ബോട്ടാണ് ഈ 11 പേരെയും രക്ഷപ്പെടുത്തി കരയ്ക്ക് അടുപ്പിച്ചത്. എല്ലാവരും തന്നെ ഫോർട്ട് കൊച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. മനു, ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കപ്പൽ ബോട്ടിലിടിച്ച് 2 പേർ മരിച്ചു. 14 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 11 പേരെ രക്ഷപ്പെടുത്തി, 2 പേർ മരിച്ചു. ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 2 പേരുടെ മൃതദേഹം അല്പസമയങ്ങൾക്കൊക്കെ മുമ്പ് കരയ്ക്ക് അടുപ്പിച്ചു. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ബോട്ടിൽ കപ്പലിടിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. സമാനമായ സംഭവങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ അനുഭവം ആവർത്തിക്കാൻ അനുവദിക്കില്ല. ജാഗ്രതയോടുള്ള പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മത്സ്യബന്ധനത്തിന് നീന്തലറിയാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോകുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൂക്ഷ്മവും നിരന്തരവുമായ ഇടപെടൽ വഴിയാണ് കപ്പലിനെ പിടിക്കാൻ പറ്റിയത്. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, ഒരുപാട് വാദഗതികളാണ് അന്ന് ഉയർന്നു വന്നത്. അവരുടെ പ്രൊട്ടക്ഷൻ, ഇറ്റാലിയൻ നാവികരുടെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വളരെ നയതന്ത്ര തലത്തിൽ തന്നെ വിവാദമായ വിഷയമാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത ശക്തമായ നിലപാടാണ് അന്ന് അവരെ കേസിൽ കൊടുക്കാനും നഷ്ടപരിഹാരം തൊഴിലാളികൾക്ക് ഉറപ്പാക്കാനും കഴിഞ്ഞത്. അപ്പോൾ കേരളത്തിലെ അന്ന് കൊല്ലത്തെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അവർക്ക് മതിയായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ കൊലക്കേസായി ചാർജ് ചെയ്തുകൊണ്ട് അത് പോകണം എന്നായിരുന്നു കേരള ഗവൺമെൻറ് ആഗ്രഹം. അതിനനുസരിച്ച് നമ്മൾ കേസ് ചാർജ് ചെയ്യിപ്പിച്ചു. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇറ്റലിയും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിൽ നടത്തിയ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. അവരെ രക്ഷപ്പെടുത്താനും മറ്റുള്ള നീക്കങ്ങൾ നടത്തുന്ന കേരള ഗവൺമെൻറ് പരിധിയിൽ വരുന്ന കാര്യമല്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് അക്കാര്യങ്ങൾ, എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നയതന്ത്ര തലത്തിലാണ് ഡിസ്കഷൻ പോകുന്നത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ലോയൊക്കെ അപ്ലിക്കബിൾ ആകേണ്ട കാര്യത്തിൽ ചർച്ചകളിൽ കൂടി ചില നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമെന്ന നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് സാധ്യമായതെല്ലാം അന്ന് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ ഇൻസിഡൻറ്റിലും കേരള ഗവൺമെൻറ് വളരെ പ്രോംപ്റ്റായിട്ടാണ് ഇടപെട്ടിരിക്കുന്നത്. ഇന്ത്യൻ നേവി നമ്മളെ പൂർണ്ണമായി സഹായിക്കുന്നുണ്ട്. അവരാണ് ഇപ്പോൾ ഈ പറയുന്ന തൊഴിലാളികളെ കണ്ടെത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ മരിച്ചിരിക്കുന്നു എന്നതാണ് ലേറ്റസ്റ്റായി കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ ആദ്യം ജീവനോടെ കിട്ടിയെന്നായിരുന്നു എനിക്ക് കിട്ടിയ മെസ്സേജ്. ഇപ്പോൾ അവർ മരിച്ചു എന്നാണ് ലേറ്റസ്റ്റായിട്ട് നേവി ക്യാപ്റ്റനിൽ നിന്ന് തന്നെ കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ അത് അപ്പോഴിപ്പം മൈഗ്രൻ്റ് വർക്കറാണ് എന്നതുമാണ്. അപ്പോൾ അവർക്ക് നീന്തറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മെനഞ്ഞാന്ന് നേവൽ ബേസ് സന്ദർശിച്ചിരുന്നു തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരെ എന്നോട് കപ്പലിടിച്ച സംഭവത്തിൽ പഴുതുകളടച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തുമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി. കപ്പലിനെതിരെ കേസെടുക്കും. അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും തച്ചങ്കരി പറഞ്ഞു. കാർഡുമില്ല. അപ്പോൾ നേവിയുടെ ഉത്കണ്ഠ എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി കമാൻഡ് ഉണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 പേരെ കിട്ടിയിട്ടുണ്ട് ഓടി. ഇനി ഒരാൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുന്നു. നമുക്കറിയാവുന്ന പോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ചേതക്ക് ഹെലികോപ്റ്ററും അതുപോലെ തന്നെ എയർക്രാഫ്റ്റും പോയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇനി കിട്ടാനുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയോടെ കിട്ടിക്കഴിയുമ്പോഴേക്കും ബാക്കി തുടർ നടപടികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനകത്ത് ഇൻവോൾവാണ്. ഈ ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം ഷിപ്പ് ഓൾറെഡി കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും 1-2 ഇൻസിഡൻറ്റ്സ് നമുക്ക് കേരളത്തിലുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പോലീസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് കുറ്റമറ്റ ഒരു അന്വേഷണം ഇതിനകത്തുണ്ടാവും. മറ്റ് നിരവധി പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നല്ല ഇടപെടൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ഇടപെടണം. കോസ്റ്റ് ഗാർഡിനെയും നേവിയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി അണിനിർത്തിയില്ലെങ്കിൽ തുടർച്ചയായി തീരത്ത് ഇങ്ങനെ കപ്പലിടിച്ച് മരിക്കുന്ന ഒരു സ്ഥിതി സംഭവിക്കുക നമ്മുടെ തീരത്ത്. ആങ്കറിൽ കിടക്കുമായിരുന്നു. അപ്പം ഏകദേശം ഒരു 2 മണി ഇറക്കുമ്പോൾ ബോട്ട് കപ്പലൊന്ന് ഇടിച്ചു.
ഇടിച്ചപ്പോൾ ബോട്ട് മറിഞ്ഞു പോയി. ഞങ്ങൾ മറിഞ്ഞു പോയപ്പോൾ വെള്ളത്തിനടിയിൽ വന്ന് ഒരു 10-17 പേരാണ് മുകളിൽ വന്നത്. ബാക്കി 3 പേര് മുകളിൽ വന്നില്ല. പിന്നെ എല്ലാവരും ഒച്ചയിട്ടപ്പോൾ ഒരു സ്ഥലത്തിൽ എല്ലാവരും കൂടി, കടലിൽ തന്നെ കൂടി ഒരു പല മറന്നപ്പോൾ അതിൽ എല്ലാവരും അടുത്ത് കിടന്നു. എല്ലാവരും കിടന്നിട്ട് ഒരു ബോട്ട് അടുത്ത് കാണുമായിരുന്നു. അപ്പം അതിൻ്റെ പെതുക്കെ നീന്തി ആ ബോട്ടിൻ്റെ ഇടയിൽ പോയി പണിക്ക് പോയി 2 ദിവസത്തെ അപ്പുറം ഞങ്ങൾ ഒരു 12 നാട്ടിക്കൽ മൈൽ കടലിൻ്റെ അടുത്ത് ആങ്ങറിട്ടിരുന്നു. ആങ്ങറിട്ടത് ഒരു 2 മണിയാകുമ്പോൾ കപ്പലിടിച്ചതാണ്. കപ്പലിടിച്ച സമയം ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടന്ന്. പിന്നെ ബോട്ടിൽ ഉള്ളർന്ന് വീലസ് പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം പുറത്ത് വന്നപ്പോൾ 3 ആൾക്കാരെ കാണാറില്ല. കപ്പൽ ഒച്ചയിട്ട് കപ്പലും നിർത്തിയില്ല. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. അവധി കഴിഞ്ഞ സർവീസിൽ തിരിച്ചെത്തുമെന്ന് ജേക്കബ് തോമസ്. ഈ മാസം 17-ന് തിരികെ പ്രവേശിക്കും. പുതിയ ചുമതല സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും DGP ജേക്കബ് തോമസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് DGP ജേക്കബ് തോമസ് പറഞ്ഞത്? മനു, അവധിയിൽ പ്രവേശിച്ചിരുന്ന DGP ജേക്കബ് തോമസ് ആണ് അവധി കഴിഞ്ഞ് തിരികെ 17-ാം തീയതി ജോലിയിൽ പ്രവേശിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്നാണ് അദ്ദേഹം അവധിയിൽ പോയിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പുതിയ നിയമനം നൽകിയിട്ടില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിയമനമാണ് നൽകുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അത് ജേക്കബ് തോമസ് പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും വിജിലൻസിൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അഴിമതി വിമുക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് താൻ ആലോചിച്ചിരുന്നത്. അതിനുവേണ്ട നിർദ്ദേശങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഏത് ജോലിയിലേക്ക്, അതായത് ഏത് തസ്തികയാണ് അദ്ദേഹത്തിന് നൽകുന്നത് എന്ന് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും 17-ാം തീയതി താൻ ജോലിയിൽ തിരികെ പ്രവേശിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ജേക്കബ് തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. 17-ാം തീയതി അവധി കഴിഞ്ഞ സർവീസിൽ തിരികെ പ്രവേശിക്കുമെന്ന് DGP ജേക്കബ് തോമസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഏത് തസ്തികയിലാണ് എന്നുള്ള കാര്യം സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മറ്റൊരു വാർത്ത കൂടി സുനിൽ നൽകേണ്ടതുണ്ട്. വിഴിഞ്ഞം പദ്ധതി കരാറുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി CAGക്ക് കത്തയച്ചു. റിപ്പോർട്ടിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന് കത്തിൽ പരാമർശം. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ തന്നെ ചേരുന്നു. സുനിൽ, നേരത്തെ തന്നെ CAGക്ക് പരാതി, ഈ CAG റിപ്പോർട്ടിനെതിരെ, വിഴിഞ്ഞം ക്രമക്കേടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെതിരെ പരാതി നൽകുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ കത്തയച്ചിരിക്കുന്നത്? ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ടിൽ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് കഴിഞ്ഞ സർക്കാരിനെതിരെ, അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും അന്നുണ്ടാക്കിയ കരാറിൽ സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപ നഷ്ടം, 20,000 കോടി രൂപയിലധികം സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന ഒരു കരാറാണ് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അന്ന് പുറത്തു വരുമ്പോൾ തന്നെ നിയമസഭയിൽ ഈ റിപ്പോർട്ട് വയ്ക്കുകയും അതിനുശേഷം ഇത് വിവിധ കേന്ദ്രങ്ങളിൽ ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു പശ്ചാത്തലവും വന്നിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി CAGക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CAG തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. നടപടിക്രമങ്ങളിൽ നിരവധി ഘട്ടങ്ങളിലൊക്കെ തെറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേണ്ടത്ര പരിശോധനകളോ വേണ്ടത്ര രേഖകളുടെ ശേഖരിക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകളുടെ ഫലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കത്തിനകത്ത് പരാമർശിക്കുന്നത്. ഈ നടപടിക്രമങ്ങളിൽ അതുകൊണ്ട് തന്നെ തെറ്റുണ്ടെന്നും ഇത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുമാണ് ഉമ്മൻചാണ്ടി ഈ കത്തിനകത്ത് പറയുന്നത്. CAG ശശികാന്ത് നാണ് ഇപ്പോൾ ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ഇത്തരം കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു കരാറുണ്ടാക്കിയ എന്നുള്ള CAGയുടെ വിമർശനത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ആ വിമർശനം തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കത്താണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ CAGക്ക് നൽകിയിരിക്കുന്നത്. സുനിൽ, നേരത്തെ ഈ റിപ്പോർട്ട്, CAGയുടെ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ച് സ്വാഭാവികമായും അത് നിയമസഭയുടെ സ്വത്തായി രേഖയായി മാറിയിരിക്കുന്നു. ഇനി അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി ഒരു പരാതിയുമായോ അല്ലെങ്കിൽ കത്തുമായോ ഒക്കെ പോയാൽ അതിന് നിയമപരമായ സാധുതകൾ എത്രമാത്രമാണ്?
സാധാരണഗതിയിൽ CNAG റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിയമസഭയുടെ രേഖ കൂടിയായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തന്നെയായിരിക്കും ഇത് പരിശോധിക്കുക. അതിൽ കൂടുതൽ പരിശോധനകൾ വന്നിട്ട് ഉണ്ട് എങ്കിൽ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ആയിരിക്കണം അതിൻ്റെ രേഖകൾ സഹിതം ഹാജരാക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടോ എന്ന് നോക്കുകയുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ രേഖകൾ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ അത് റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് CAG റിപ്പോർട്ടിനകത്ത്. കാരണം CAG റിപ്പോർട്ട് വളരെ വിശദമായിട്ട് രേഖകൾ പരിശോധിച്ചും ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എല്ലാ ആളുകളുമായി തന്നെ അക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും അതിൻ്റെ വിശദാംശങ്ങളും മന്ത്രിസഭാ രേഖകളും അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് വീഴ്ചയുണ്ട് എന്ന് പറയുമ്പോൾ മുൻകാലഘട്ടങ്ങളിലൊക്കെ CAGയുടെ റിപ്പോർട്ട് അംഗീകരിച്ച ഒരു സർക്കാരിൻ്റെ കൂടെ ഉടമയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഇത്തരത്തിൽ എതിർ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ചാ വിഷയമായിരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ കത്ത് അയച്ചത് കൊണ്ട് എന്തുമാത്രം ഫലം അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിന് CAG പരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ട വസ്തുതയാണ്. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം കരാറിലെ റിപ്പോർട്ട് ക്രമക്കേടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് CNAGക്ക് കത്തയച്ചിരിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. GST കൗൺസിൽ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. ജൂലൈ 1 മുതൽ ചരക്ക് സേവന നികുതി നടപ്പാക്കുന്നത് സംസ്ഥാനം എതിർക്കില്ല. അതേസമയം ലോട്ടറിക്ക് നികുതി 28% വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടും. ശീതീകരിക്കാത്ത റെസ്റ്റോറന്റുകളെ നികുതി നിരക്കിൽ നിന്ന് ഒഴിവാക്കണമെന്നും കയർ, കശുവണ്ടി, പ്ലൈവുഡ് മേഖലകളിൽ നികുതി കുറയ്ക്കണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും മന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. സംബന്ധിച്ച് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും അപ്പീലുകൾ നൽകിയിട്ടുണ്ട്. അവയെല്ലാം പരിഗണിച്ച് തീരുമാനിക്കും. കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് ലോട്ടറി നികുതി പരിഗണനയ്ക്ക് വരുന്നത്. ലോട്ടറി മേലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തണമെന്നുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. മനു ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. മനു, കേരളം ഇന്ന് ഈ GST കൗൺസിൽ യോഗത്തിന്റെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ഒന്ന് ലോട്ടറിയുടെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് ഈ റെസ്റ്റോറന്റുകളെ, കയറ്, കശുവണ്ടി മേഖലകളെയൊക്കെ നികുതിയുടെ വലിയ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരിക്കും കേരളം മുന്നോട്ട് വയ്ക്കുക. ഈ യോഗത്തിൽ ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്? അതിലെ ചർച്ചകൾ ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത്? GST കൗൺസിൽ യോഗം ദില്ലിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും കേരളത്തിന്റെ നിലപാടിനോട് പല സംസ്ഥാനങ്ങളും അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് കയർ, കശുവണ്ടി, അതോടൊപ്പം പ്ലൈവുഡ് മേഖലകൾ, ഈ ചെറുകിട സംരംഭങ്ങളുള്ള മേഖലകളിലെല്ലാം GSTയിലെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതോടൊപ്പം മറ്റു പ്രധാന ആവശ്യം ലോട്ടറിയുടെ നികുതി വർദ്ധിപ്പിക്കണമെന്നതാണ്. 28% ലോട്ടറി നികുതി വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. പക്ഷേ കേന്ദ്രം കഴിഞ്ഞ GST യോഗങ്ങളിലും ഇതിനോടൊരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പല സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ആവശ്യത്തെ പിന്തുണച്ചിരുന്നു. പക്ഷേ കേന്ദ്ര തലത്തിൽ ഇതിനൊരു പിന്തുണ ലഭിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 28% നികുതി ലോട്ടറിക്ക് വേണമെന്ന നിലപാടിൽ ഇപ്പോൾ സംസ്ഥാനം ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം മറ്റു കയർ, കശുവണ്ടി മേഖലകളിലും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേരളം ചൂണ്ടിക്കാട്ടും. ഇതോടൊപ്പം ശീതീകരിക്കാത്ത റെസ്റ്റോറന്റുകൾക്ക് നികുതി 5% കുറയ്ക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഇത് ഈ കൗൺസിൽ യോഗത്തിൽ അംഗീകരിക്കണമെന്ന് സംസ്ഥാനം കർശനമായി ആവശ്യപ്പെടുമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഈ സ്വർണം ഉൾപ്പെടെയുള്ള ഈ തീരുമാനമാകാതിരുന്ന 8 ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്കുകൾക്ക് കഴിഞ്ഞ GST കൗൺസിലിൽ തീരുമാനമായിരുന്നു. ഇതിൽ ഈ സ്വർണത്തിന് നികുതി വർദ്ധിപ്പിക്കണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നേരത്തെ കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ GST കൗൺസിൽ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാടോട് കേരളത്തിന്റെ നിലപാടിന് മറ്റു പല സംസ്ഥാനങ്ങളും പിന്തുണ അറിയിച്ചതോടുകൂടിയാണ് സ്വർണത്തിന്റെ നികുതി 3 വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ റെഡിമെയ്ഡ് ബ്രാൻഡഡ് തുണിത്തരങ്ങൾക്കും ഈ GST നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റുകൾക്ക് 18%വും 500 രൂപയിൽ താഴെയുള്ള ചെരുപ്പുകൾക്ക് 5% നികുതി ഏർപ്പെടുത്താനും തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിരുന്നു. കൂടാതെ BDS സെസ്സിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേരളം കർക്കശമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്രം അനുകൂല തീരുമാനം എടുക്കാതിരുന്നിട്ടും പിന്നീട് അവസാനം മറ്റു പല സംസ്ഥാനങ്ങളും പിന്തുണച്ചതോടുകൂടി കഴിഞ്ഞ GST കൗൺസിലിൽ ഇതിന് അംഗീകാരം നൽകിയത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും ഈ കൗൺസിൽ യോഗത്തിൽ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു. ശരി, മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരം. ഇപ്പോൾ P. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം.
താമസിച്ചത്. എന്നിട്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിപ്പിച്ചു. CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ ആണ് എൻ്റെ ആത്മഹത്യക്ക് കാരണം എന്ന ഒരു മൊഴി അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിൽ എഴുതിപ്പിച്ചു. അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. ആ കേസിൽ വിഷ്ണു വഞ്ചിയൂർ കോടതിയിലൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ ആറ്റിങ്ങല കാര്യാലയത്തിൽ ഈ സുബീഷിൻ്റെ പോലീസിലെ കുറ്റസമ്മത മൊഴിയെ തുടർന്ന് ഭയന്നിട്ട് ഷിനോജ് ഒളിവിൽ താമസിച്ചതായും ആ അവസരത്തിൽ ഇദ്ദേഹം RSS ആണ് ഈ വിഷ്ണു. അദ്ദേഹത്തോട് കൃത്യമായിട്ട് ഫസൽ കേസിലെ പങ്കാളിത്തം തുറന്നു പറഞ്ഞതായിട്ട് വിഷ്ണു പോലീസിലും കൊടുത്തിട്ടുണ്ട് മൊഴി, വഞ്ചിയൂർ കോടതിയിലും മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മൊഴി CBI പരിശോധിച്ചാൽ മതിയല്ലോ. അപ്പോൾ പോലീസിലെ മൊഴി അത് നിയമപ്രാബല്യമില്ലാത്തതാണ് എന്ന് പറയുന്ന നേരത്ത് അത് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല. പലതുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ പോലീസിലെ മൊഴി അത് വസ്തുനിഷ്ഠമാണ് എന്ന് ബോധ്യപ്പെടും. അപ്പോൾ അത് CBI പരിശോധിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ സംഘപരിവാർ നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഫസൽ വധത്തിലെ ഉള്ളറകൾ വെളിക്കുവരും. ഈ സുബീഷിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ ഒരു വധത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഫസൽ വധത്തിലെ പങ്കാളിത്തം മാത്രമല്ല കുറ്റസമ്മത മൊഴിയിലുള്ളത്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന G. പവിത്രൻ്റെ വധത്തിലും താൻ പങ്കാളിയാണെന്ന് ഈ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും താൻ സ്വയം ഡ്രൈവ് ചെയ്താണ് 25 കിലോമീറ്ററിലധികം ദൂരമുള്ള തൊടികളത്ത് അവിടെയാണ് P. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഫസൽ വധക്കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സുബീഷിൻ്റെ പുറത്തുവന്ന മൊഴിയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. ആദ്യം സുബീഷ് പോലീസിന് നൽകിയ മൊഴി പുറത്തു വന്നിരുന്നു. തൊട്ടുപുറകെ BJP നേതാവുമായി നടത്തിയ സംഭാഷണം പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് ഇയാൾ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ സുബീഷിൻ്റെ മൊഴിയിൽ പറയുന്ന ഫസൽ വധക്കേസിൽ പങ്കാളിയാണ് എന്ന് പറയുന്ന ഷിനോജ് RSSൻ്റെ ആറ്റിങ്ങലിൽ RSS കാര്യാലയത്തിൽ ഒളിവിൽ താമസിക്കുകയും അവിടെ വച്ച് വിഷ്ണു എന്ന പ്രവർത്തകനോട് ഫസൽ വധക്കേസിലെ മുഴുവൻ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിഷ്ണു വഞ്ചിയൂർ കോടതിയിലും പോലീസിലും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട മൊഴിയായി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ തിരുത്തി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ആ വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം. കോടതി അനുവദിക്കുന്നു, അതിൽ തുടരന്വേഷണം നടത്തുന്നു. അതേ മൊഴിയനുസരിച്ചാണ് ഫസൽ വധത്തെക്കുറിച്ചും തുടരന്വേഷണം വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത്. അപ്പോൾ സത്യം പുറത്തു വരണമെങ്കിൽ CBI അത്തരമൊരു അന്വേഷണത്തിന് കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. എന്നാൽ CBI എന്താ ചെയ്തത്? പുറത്തു വന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഫസലിൻ്റെ രക്തബന്ധമുള്ള സഹോദരൻ അബ്ദുൽ സത്താർ തുടരന്വേഷണം ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണമേ ഇല്ല എന്ന നിലപാടാണ് CBI കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ പോലീസിന് ലഭിച്ച കുറ്റസമ്മത മൊഴിയുടെ ഒരു ഭാഗം കണക്കിലെടുത്ത് ഒരു അന്വേഷണ ഏജൻസി തുടരന്വേഷണം നടത്തുമ്പോൾ അന്വേഷണമേ ഇല്ല എന്നുള്ള മുൻവിധിയോടുകൂടിയുള്ള CBI നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. കേന്ദ്ര ഭരണകക്ഷിയുടെ കൂട്ടിലിട്ട തത്തയായി CBI മാറരുത്. RSS നടത്തിയ കൊലപാതക കേസിലാണ് കാരായി രാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രതികളായിട്ടുള്ളത്. നാലര വർഷക്കാലത്തിലധികമായി നാട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് രണ്ട് പാർട്ടി നേതാക്കൾ. അവർ ഇതിനകം ജനങ്ങളുടെ കോടതിയിൽ തൻ്റെ നിരപരാധിത്വം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു.
അപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഇത് വിചാരണ ആരംഭിക്കാത്ത കേസാണ് ഫസലിൻ്റെ കേസ്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട കേസിൽ അവരല്ല പ്രതികൾ എന്ന് തെളിവ് വന്ന സാഹചര്യത്തിൽ കോടതി ഇടപെടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മതിലകം പോലീസ് സ്റ്റേഷനിലും വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലുമുള്ള 2 കൊലപാതക കേസുകളിൽ വിചാരണ കോടതി കൂട്ടിലുള്ള പ്രതികളെ ശിക്ഷിച്ചു. എന്നാൽ അതിനുശേഷം അവരല്ല യഥാർത്ഥ പ്രതികൾ എന്ന് തെളിവ് ലഭിച്ചതിനെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിട്ടയച്ചിട്ടുണ്ട്. ക്രിമിനൽ നീതി നിർവഹണ സംവിധാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ നീതി നടപ്പാക്കലാണ്. ഇവിടെ പ്രതി ചേർക്കപ്പെട്ടവർ നിരപരാധികളാണെന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ അന്വേഷണ ഏജൻസി ശരിയായിട്ടുള്ള നിലപാട് കൈക്കൊള്ളണം. ഇവിടെ RSSനെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വർഗീയ കലാപങ്ങളും കൊലകളും ആസൂത്രണം ചെയ്യുകയും അത് മറ്റുള്ളവരുടെ ചുമലിലിട്ട് രക്ഷപ്പെടാനുമുള്ള RSS തന്ത്രമാണ് അന്വേഷണ ഏജൻസിയെ സ്വാധീനിച്ചുകൊണ്ട് ഫസൽ കേസിൽ നടത്തുന്നത്. മുമ്പ് നടന്നിട്ടുള്ള പ്രമാദമായിട്ടുള്ള കേസുണ്ടല്ലോ. ഒന്ന് അജ്മീർ ദർഗയിൽ നടന്നിട്ടുള്ള സ്ഫോടന കേസ്, മറ്റൊന്ന് ഹൈദരാബാദിലെ മെക്ക മസ്ജിദ് സ്ഫോടന കേസ്. ഈ സ്ഫോടന കേസിൽ മുസ്ലിം യുവാക്കളെയാണ് അന്വേഷണ ഏജൻസി പ്രതി ചേർത്തത്. പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ അവർ നിരപരാധികളാണ്, RSS ആണ് അതിൻ്റെ പിന്നിൽ എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ തുടരുകയും ചെയ്തു. അതിന് സമാനമായിട്ടുള്ള കേസാണ് ഫസൽ കേസ്. അപ്പോൾ അതിനാൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അന്വേഷണ ഏജൻസിയുടെ നിലപാട് തിരുത്തിക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തണം. ഇക്കാര്യത്തിൽ ഫസലിൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന കള്ളക്കളിയിൽ അവരുടെ ആദ്യ രൂപമാണല്ലോ NDF. ഈ ഫസലിൻ്റെ സംഭവം നടന്നത് 2006-ലാണ്. സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം NDFൻ്റെ നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞത് RSSകാരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതാണ്. എന്ന് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത ദിവസം നടന്നിട്ടുള്ള സർവകക്ഷി സമാധാന യോഗത്തിൽ RSS നേതാക്കന്മാരെ ചൂണ്ടിയിട്ടു, ഇതാ ഫസലിനെ കൊന്നവർ ഈ യോഗത്തിലിരിക്കുന്നു, ഞങ്ങൾ ഈ യോഗത്തിൽ ഇരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് NDFകാർ. ഇപ്പോൾ അതിൻ്റെ പേര് പോപ്പുലർ ഫ്രണ്ടായി മാറിയപ്പോൾ അവർ മലക്കം മറിച്ചൽ നടത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ടും RSSകാരായിട്ടുള്ള യഥാർത്ഥ കൊലയാളികളെ രക്ഷപ്പെടുത്താനുള്ള സമീപനമാണ് നിർഭാഗ്യവശാൽ ഫസലിൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടും സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കള്ളക്കണം ശരിയായിട്ടുള്ള നിലപാട് കൈക്കൊള്ളണം എന്ന് CPIM അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞു. ഷിനോജുമായിട്ടുള്ള ഫോൺ സംഭാഷണമല്ലേ സുബീഷും ഷിനോജും തമ്മിലുള്ള? അല്ലല്ല, സുബീഷും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണം. അത് ഈ കേസിൽ ഈ ഹർജി നൽകിയിട്ടുള്ള അബ്ദുൽ സത്താർ സീൽഡ് കവറിൽ അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഫസലിൻ്റെ ബ്രദർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് സുബീഷും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണമാണ്. അത് കൂടാതെയാണ് സുബീഷിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിട്ടുള്ള ഷിനോജിൻ്റെ സംഭാഷണം. ആ ഷിനോജും വേറൊരാളുമായിട്ടുള്ള സംഭാഷണമാണ്. ഇതിലെന്തും ആ സുബീഷ് ഒന്നിൽ മാത്രമേ ഉള്ളൂ, മറ്റതിൽ വേറൊരാളുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. അതിലും ഈ പങ്കാളിത്തം സംബന്ധിച്ചെല്ലാം തന്നെ പറയുന്നു. എന്തേ
അല്ല, അതെല്ലാം സംബന്ധിച്ച് അന്വേഷിച്ചാലേ മനസ്സിലാവും. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം സുബീഷും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ പോലീസിൽ നൽകുന്ന കുറ്റസമ്മത മൊഴിയിൽ എന്തെല്ലാമാണോ പറഞ്ഞത് അതെല്ലാം തന്നെ 2 വർഷം മുമ്പേ ഇവിടെ LDF-ൻ്റെ ഗവൺമെൻറ്, LDF-ൻ്റെ പോലീസ്, അതിലെ DYSP എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സംഘപരിവാരം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ആ മൊഴി നൽകുന്നതിന് 2 വർഷം മുമ്പേ ഇതേ കാര്യങ്ങൾ ഫോൺ സംഭാഷണത്തിലുണ്ട്. അതിൻ്റെ CD കോടതിയിലുണ്ട്. ഓ അല്ല, അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പക്ഷേ അതൊരു ആധികാരിക രേഖയാണ്. പോലീസ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പോലീസിൽ നൽകിയിട്ടുള്ള മൊഴിക്ക് നിയമപരമായിട്ടുള്ള പ്രാബല്യമില്ല. എന്നാൽ നിങ്ങൾ വേറൊരാളുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് നിയമത്തിൻ്റെ മുമ്പിൽ തെളിവിൻ്റെ പ്രാബല്യമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ വീഡിയോ ദൃശ്യം മാധ്യമങ്ങൾക്ക് കിട്ടിയല്ലോ. അത് മാധ്യമപ്രവർത്തകന്മാരുടെ സാമർഥ്യം. അതേപോലെ ഫോൺ സംഭാഷണം, റെക്കോർഡ് ചെയ്യപ്പെട്ട ഫോൺ സംഭാഷണം ഇന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അത് പരിശോധിച്ചാൽ മതിയല്ലോ. സുബീഷ് പറയുന്നത് എന്നെ പോലീസുകാർ മർദ്ദിച്ച് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണെന്ന്. പക്ഷേ 2016 നവംബർ 19 കുറ്റസമ്മതി മൊഴി കൊടുത്തതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ എന്താണ് സുബീഷ് പറഞ്ഞിരുന്നത്? അത് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ആ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയാൽ കൃത്യമായി പറയുന്നത് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല. 2 ഇടത്ത് പറയുകയാണ്. മജിസ്ട്രേറ്റ് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറത്ത് BJP-ക്കാർ പ്രസംഗിച്ച് നടന്നാൽ മതി, മർദ്ദിച്ചിട്ടാണ് മൊഴിയെടുത്തതെന്ന്. ആർക്കാണോ മർദ്ദനമേറ്റത് അദ്ദേഹം കുറ്റസമ്മത മൊഴി കൊടുത്തതിന് ശേഷം പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നു, മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ. ആ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കുന്ന അവസരത്തിൽ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചു. മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ശരീരത്തിൽ എവിടെയും പരിക്കുണ്ടോ എന്നുള്ളത്. ആ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഒന്നുമില്ല. അദ്ദേഹം തന്നെ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ഇടത്ത് അതിനകത്ത് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്ന് സുബീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള നാടകം അത് BJP-യുടെ വക്കീൽ അടുത്തിരുന്നു കൊണ്ട് സംവിധാനം ചെയ്ത ഒരു കൃത്രിമമായിട്ടുള്ള ഒരു രംഗം മാത്രമാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. അത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരോട് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കണ്ണൂരിൽ ഒരു BJP നേതാവ് ആക്രമിക്കപ്പെട്ടു. രാത്രി 8:30 മണിക്കാണ് സംഭവം. ആക്രമണം എന്ന് പറഞ്ഞാൽ ചെറിയ ആക്രമണമല്ല, വയറ് വളർന്ന് കുടലുമാല പുറത്തിയായി. സർവകക്ഷി സമാധാന യോഗത്തിന് ശേഷമാണ് ആ ആക്രമണം. സ്വാഭാവികമായിട്ടും BJP നേതാക്കന്മാർ പ്രചരിപ്പിച്ചു ഇത് CPM ആണ് നടത്തിയത്. ഞങ്ങൾ പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ആ സംഭവത്തെക്കുറിച്ച്. ആ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചല്ലോ. ഞങ്ങളെ നിരവധി ആളുകളെയാണ് ഇപ്പോൾ BJP-ക്കാർ പറയുന്നുണ്ടല്ലോ, DYSP സദാനന്ദനെ കുറിച്ചിട്ട്. സദാനന്ദൻ നിരവധി ആളുകളെയാണ് ഇതിൻ്റെ പേരിൽ DYFI-യുടെയും CPM-ൻ്റെയും പ്രവർത്തകന്മാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം ഈ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ പീഡിപ്പിച്ചത്. പക്ഷെ ഞങ്ങൾ അന്നേരത്തും പറഞ്ഞു ഞങ്ങൾക്ക് ബന്ധമില്ല. അന്വേഷിച്ച് എവിടെ എത്തിയെന്നറിയോ? പോപ്പുലർ ഫ്രണ്ടുകാരിലേക്കാണ്. ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുള്ള കത്തി ഓപ്പറേഷൻ ടേബിളിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന സർജിക്കൽ നൈഫാണ്. ഒരു സംഭവത്തിലല്ല, പല സംഭവത്തിലും പോപ്പുലർ ഫ്രണ്ടുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ സർജിക്കൽ നൈഫ്. അത് ഇങ്ങോട്ട് കീറിക്കഴിഞ്ഞാൽ കുടലുമാല ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും. ഇതാണ് പോപ്പുലർ ഫ്രണ്ട്. എന്നിട്ട് ഈ DYSP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഈ ടയറിൻ്റെ മേലെ ഈ അക്രമികൾ സഞ്ചരിച്ച ബൈക്കിൻ്റെ ടയറിൻ്റെ മേലെ രക്തക്കറ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ RSS-കാരുടെ വാദഗതി തന്നെയാണ് അപ്പോഴും ഉന്നയിക്കുന്നത്. അപ്പോൾ RSS ആയാലും പോപ്പുലർ ഫ്രണ്ടായാലും എല്ലാം തന്നെ ഒരേ തൂവൽ പക്ഷികളായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ BJP-ക്കകത്തും പോപ്പുലർ ഫ്രണ്ടിനകത്തും ഒക്കെ ചിന്താശേഷിയുള്ളവരും
അവരുടെ മുമ്പിലാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ നിലപാട് മാറ്റണം എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരോട് മാധ്യമപ്രവർത്തകരായിട്ട് നിങ്ങൾ ചോദിക്കണം. അല്ല, ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും താങ്കൾക്ക് മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. സുബീഷ് പോലീസിൽ നൽകിയിട്ടുള്ള കുറ്റസമ്മത മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ഫസൽ സംഭവത്തിൽ മാത്രമല്ല മറ്റ് കൊലപാതകങ്ങളിലുമുള്ള പങ്കാളിത്തം ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരള പോലീസാകുന്ന അന്വേഷണ ഏജൻസി അവർ ജി പവിത്രൻ എന്ന് പറയുന്ന CPM പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട കേസ് വിചാരണ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിഗണനയിലിരിക്കുന്ന കോടതിയിൽ കേരള പോലീസ് അപേക്ഷ കൊടുക്കുന്നു. ഇങ്ങനെ ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിൽ പ്രതിയേർത്തിട്ടുണ്ട് ആളുകളെ. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു കുറ്റസമ്മത മൊഴിയിലെ ഒരു ഭാഗം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസി കോടതിയെ സമീപിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി കൊടുക്കുന്നു, അന്വേഷണം നടത്തുന്നു. ഇപ്പുറത്ത് CBI അതിന് തയ്യാറാവുന്നില്ല. തയ്യാറാവണമല്ലോ. എങ്ങനെ? അല്ല, അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ. കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണല്ലോ അന്വേഷണ ഏജൻസി. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസിക്ക് കള്ളക്കളി കളിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് CBI അതിൻ്റെ നിലപാട് മാറ്റിക്കൊണ്ട് അന്വേഷണത്തിന് വേണ്ടി അവരാവശ്യപ്പെടണം. അവരാവശ്യപ്പെട്ടില്ല. ഇവിടെ രക്തബന്ധമുള്ള സഹോദരൻ കോടതിയെ സമീപിച്ചിട്ട് പോലും CBI ഈ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ആ കേസ് അന്വേഷിക്കുന്നത് CBI ആണ്, കേന്ദ്ര ഏജൻസിയാണ്. അപ്പോൾ കേരള പോലീസ് ചെയ്തത് എന്താ? അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മത മൊഴിയിലെ ഒരു ഭാഗം ഞങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്, ഞങ്ങൾ അന്വേഷിക്കും. മറ്റേ ഭാഗം കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. അത് അവർക്ക് DGP മുഖേന അയച്ചു കൊടുത്തു. അപ്പോൾ ആ അന്വേഷണ ഏജൻസിയാണല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയാണ് CBI. ആ CBI അതിൻ്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേസിൽ ആവശ്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഫസൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഫസലിൻ്റെ ഉമ്മ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഒന്നല്ല, നിരവധി കംപ്ലൈൻറ്റുകൾ കൊടുത്തു. എൻ്റെ മകന് CPM ലോക്കൽ പ്രാദേശിക നേതാക്കളിൽ നിന്ന് ഭീഷണി, ജീവന് ഭീഷണി, അയാൾ കൊല്ലപ്പെട്ടു, സംരക്ഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പരാതി കൊടുത്തു. അതിനെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ട്, എന്താണത്? ആ വിഷയത്തിൽ മാത്രമല്ല, ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയുവാണ് ഹൈക്കോടതി കേസുമായി. അപ്പം ആ സമയത്ത് സർക്കാർ, അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ RSSകാരായിരുന്ന പ്രതികളെ ഒഴിവാക്കിയിട്ട് മറ്റു ചിലരെ പ്രതിയായിരുന്നു. പക്ഷേ മറിയോ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല, നിയമയുദ്ധം തുടർന്നു. ഇതിന്റെ പുറകിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഹൈക്കോടതി അതിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെയാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഒക്കെ പ്രതിയാകും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വഴിയിലാണ് പോകുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിന് RSSകാർ പ്രതികളല്ല, മറ്റു ചിലരാണ് പ്രതികളെന്ന് മനസ്സിലാക്കുക, അവരെ കുറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ വിവിധ തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. അതിലിപ്പോ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് ദുരൂഹമല്ല. ഈ കുഴഞ്ഞു പറഞ്ഞ കേസിലാണല്ലോ ഇപ്പൊ വ്യക്തത വന്നത്. ആ വ്യക്തതയെ അടിസ്ഥാനപ്പെടുത്തി ഫസലിൻ്റെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള കള്ളക്കളിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ അതിനു മുമ്പേ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറ്റസമ്മത മൊഴിയിൽ സുബീഷ് പറഞ്ഞതെന്താ? ഞങ്ങളും NDF-കാരും തമ്മിൽ അവിടെ പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫസലിനെ ഒന്ന് പെരുമാറാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ സംഭവം കൊലപാതകത്തിലേക്കാണ് പോയത്. അത് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കുഴഞ്ഞു മറിഞ്ഞതിന് വ്യക്തത വന്നല്ലോ. ആ വ്യക്തത വന്നാൽ വ്യക്തതയുള്ള നിലപാട് ഓരോ ആളും സ്വീകരിക്കണമല്ലോ. ആ സ്വീകരിക്കുന്ന നിലപാട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ കൈക്കൊള്ളുന്നില്ല. അതാണ് ഇപ്പോഴത്തെ വിഷയം. മറ്റൊന്ന്, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ ഏജൻസിയാണല്ലോ പ്രതി ചേർക്കുന്നത്. അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഇടപെടാൻ പറ്റില്ല. അക്കാലത്ത് CPM സ്വീകരിച്ച നിലപാടെന്താ? ഞങ്ങളന്ന് പരസ്യമായിട്ട്, ഞാനടക്കമുള്ളവർ തലശ്ശേരിയിൽ പൊതുയോഗം നടത്തിയിട്ട് അന്വേഷണ സംഘത്തിൻ്റെ നിലപാടിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കുഴഞ്ഞു പറഞ്ഞ കേസിൽ വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം സംഭവത്തിൻ്റെ പിറ്റേ ദിവസം ഫസലിൻ്റെ പ്രസ്ഥാനം പറഞ്ഞത് ഇത് RSS ചെയ്തതാണ്. അന്വേഷണ ഏജൻസി CPM-ലേക്ക് നീണ്ടു. അവരെയാണ് CPM-നെയാണ് സംശയിക്കേണ്ടത്. ഇപ്പോൾ വ്യക്തത വന്നല്ലോ. വ്യക്തത വന്നത് ഇപ്പോൾ LDF-ൻ്റെ ഭരണം വന്നതിന് ശേഷം പോലീസിനെ ഉപയോഗിച്ച് ചെയ്തതല്ല. 2 വർഷം മുമ്പാണ് ഈ ഫോൺ സംഭാഷണം. ആരുടേത്? ഈ സുബീഷിൻ്റെ ഫോൺ സംഭാഷണം LDF അധികാരത്തിലുള്ള സമയത്തല്ല, 2 വർഷം മുമ്പാണ്. ഇത് മാത്രവുമല്ല, നിങ്ങൾക്കറിയാം 2012 ദീർഘകാലം സംഘപരിവാരത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള OK വാസുമാഷു, അശോകനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാജിവെച്ച് CPM-ൻ്റെ ഭാഗമായി മാറിയത്. ആ അവസരത്തിൽ ഫസൽ വധത്തിലെ രഹസ്യത്തിൻ്റെ ലാവ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്ന വിവരം അന്നേ കിട്ടിയിട്ടുണ്ട്. അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരായി രാജനും മറ്റും നിരപരാധികളാണ്, CBI യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായ തെളിവുകൾ തന്നെ വന്നിരിക്കുകയാണ്. ആ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണ ഏജൻസി ശരിയായിട്ടുള്ള നിലപാടെടുക്കണം. അതാണ് CPM ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഫോൺ സംഭാഷണം തെളിവ് തന്നെയാണ്. ആ തെളിവാണ്. എല്ലാം നിങ്ങൾ പറഞ്ഞാൽ ശരിയാകുമോ? തെളിവാണ്. നിങ്ങളത് ക്രിമിനൽ അഭിഭാഷകന്മാരായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്ക് വ്യക്തത വരും. അത് തെളിവാണ്. നിരവധി കേസുകളിൽ ഇത്തരം ഫോൺ സംഭാഷണങ്ങൾ തെളിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസിന് മുമ്പിൽ ഒരാൾ എന്തെങ്കിലും പറയുന്നു, അത് തെളിവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടല്ല. പക്ഷേ ആ തുറന്നു പറച്ചൽ ഒറ്റപ്പെട്ടൊരു കാര്യമല്ല, അതുമായിട്ട് പലതിനും ബന്ധമുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ ഏജൻസിക്ക് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. BJP നേതാവ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നത് 2 DYSP-മാരുടെ പിന്തുണയാണ് ഈ കുറ്റസമ്മതപടി പുറത്തുവന്നതിന് പിന്നിലെന്നാണ് അവരുടെ ആരോപണം. ഇവിടെ ആ DYSP-മാരുടെ മേലെയാണല്ലോ SP. ഞങ്ങൾ ശക്തമായിട്ട് പരസ്യമായിട്ട് വിമർശിച്ച ആളായിരുന്നു കണ്ണൂരിലെ പഴയ SP സഞ്ജയ് കുമാർ ഗരുഡിൻ. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഫസൽ കേസിൽ കേരള പോലീസ്, കണ്ണൂരിലെ പോലീസ്, എൻ്റെ കീഴിലുള്ള പോലീസ് കണ്ടെത്തിയത് വസ്തുതയാണ് എന്ന് ഗരുഡിൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് DYSP-മാരുടെ ചുമലിലിട്ട് രക്ഷപ്പെടാൻ ആരും നോക്കണ്ട. തീർച്ചയായിട്ടും കോടതിയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ നമ്മൾ ആവശ്യപ്പെടണ്ടേ? നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് പൊതുസമൂഹം ആവശ്യപ്പെടണം. ഇന്ത്യൻ ശിക്ഷാ വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്നതാണ്. ഒരു നാട്ടിലാകെ അംഗീകാരമുള്ള ജനപ്രതിനിധികൾ 4.5 വർഷമായിട്ട് നാട്ടിൽ പോലും പോകാൻ കഴിയാതെ ഒരു കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. എന്തിൻ്റെ പേരിൽ? CPM-ന് ബന്ധമില്ലെന്ന് മാത്രമല്ല, എതിരാളിക്ക് ബന്ധമുള്ളൊരു കാര്യം. എന്നാൽ CPM-ൻ്റെ വേറെ ആരെങ്കിലും ചെയ്തതാണോ? അല്ല, RSS ചെയ്തതാണ്. അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. തെളിവുകളുടെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഒരു മൊഴിയുണ്ട്, ഒരു മുൻ RSS പ്രവർത്തകൻ്റെ മൊഴി, കാര്യവാഹിൻ്റെ മൊഴി. അത് തെളിവല്ലേ? അദ്ദേഹത്തോട് ഈ ഷിനോജ് പറഞ്ഞിട്ടുണ്ട്, സുബീഷ് അല്ല ഷിനോജ്, സുബീഷിൻ്റെ മൊഴിയിൽ പറഞ്ഞിട്ട് ഷിനോജ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ട് മാറേണ്ടതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി തന്നെ CBI എന്ന അന്വേഷണ ഏജൻസി ചിലപ്പോൾ കൂട്ടിലിട്ട തത്തയായി പ്രവർത്തിക്കുന്നു എന്ന് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് സംശയിക്കത്തക്ക നിലയിലാണ് ഇതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പ്. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് നിയമക്കോടതികളുണ്ടല്ലോ, നിയമ സംവിധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ടും പോരാട്ടം തുടരും, രാഷ്ട്രീയമായിട്ടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം. അല്ല, CBIയുടെ തെറ്റായിട്ടുള്ള നിലപാട് മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.
എന്നാൽ ഞങ്ങൾ മാത്രമല്ലല്ലോ, ഫസലിൻ്റെ കുടുംബം അവർ പോയിട്ടുണ്ടല്ലോ. ഇവിടെ നേരത്തെ ഫസലിൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞല്ലോ. ഫസലിൻ്റെ ഭാര്യ ഇപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അതേസമയം രക്തബന്ധമുള്ള സഹോദരൻ നീതിന്യായ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ വെളിപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അവർ ഇന്ന ആളുകളാണ് കൊലപ്പെടുത്തിയെന്ന് കോടതിയുടെ മുമ്പാകെ പറഞ്ഞിട്ടില്ല. തുടരന്വേഷണം നടത്തണം. ആ തുടരന്വേഷണം നടത്താൻ അന്വേഷണ ഏജൻസി തയ്യാറാവണം. CBIയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ ആ ഏജൻസി തയ്യാറാവണം എന്നതാണ് ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ട. തൃശ്ശൂർ ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ രണ്ട് കൊലക്കേസുണ്ടായി. ആ 2 കൊലക്കേസിൽ സാക്ഷിമൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചിട്ട് ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ വന്നപ്പോഴാണ് ഇവരെയല്ല എന്ന് മാത്രമല്ല എതിർ പാർട്ടിയിലുള്ളവരാണ് സംഭവം നടത്തിയത് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതി ഒരു നിലപാടെടുത്തു. ആ നിലപാട് അല്ല ശരി എന്ന് കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും നീതിന്യായ സംവിധാനം നിർവഹിക്കണം. അതുകൊണ്ട് കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ കോടതിയിൽ പരമാവധി അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നാൽ കഴിഞ്ഞില്ലേ? നമ്മുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത KP സഹദേവൻ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാവ് കൂടിയാണ് KP സഹദേവൻ. എന്നാ കഴിഞ്ഞില്ലേ? പി ജയരാജൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഫസൽ വധക്കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. CBI ദുരഭിമാനം വിട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തണം. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ പാവയാകാനുള്ള CBI ശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം കൃത്യമായ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സംഭാഷണങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് പി ജയരാജൻ ആവശ്യം ഉന്നയിച്ചത്.